ദോഹയിലെ അറബ് ഉച്ചകോടിയിൽ ഇസ്രായേലിന് രൂക്ഷ വിമർശനം. നെതന്യാഹുവിന്റെ വ്യാമോഹം നടക്കില്ലെന്ന് ഖത്തർ അമീർ പറഞ്ഞു. ദോഹ ആക്രമണം വഞ്ചനാപരവും ഭീരുത്വവുമാണെന്ന് അമീർ പറഞ്ഞു. ഇസ്രായേൽ എല്ലാ അതിർവരമ്പും ലംഘിച്ചെന്ന് ഈജിപ്ത് പ്രസിഡന്റ് പ്രതികരിച്ചു. ഇസ്രായേൽ നേതാക്കളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്ന് തുർക്കിയും ആവശ്യപ്പെട്ടു. നാറ്റോ മാതൃകയിൽ ഇസ്ലാമിക രാജ്യങ്ങളുടെ പ്രതിരോധ നിര വേണമെന്നായിരുന്നു ഇറാഖിന്റെ നിലപാട്. മുഹമ്മദ് അബ്ബാസ് ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. അബ്ബാസ്, എങ്ങനെ പുരോഗമിക്കുന്നു ഉച്ചകോടി? എന്തൊക്കെയാണ് വിവിധ അറബ് രാജ്യങ്ങളുടെ നിലപാട്? ഇസ്രായേലിനെതിരെ എന്ത് നീക്കം നടത്താനാണ് തീരുമാനം? ഖത്തറിന് സമ്പൂർണ്ണമായി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ഇസ്രായേലിനെതിരെ ശക്തമായി സംസാരിക്കുകയും ചെയ്യുന്നതായിരുന്നു ഇന്ന് ദോഹയിൽ ചേർന്ന അറബ് ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ ഉച്ചകോടി. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽത്താനിയാണ് ചർച്ചകൾക്ക് തുടക്കം കുറിച്ചത്. ഓപ്പണിംഗ് നോട്ട് അദ്ദേഹമായിരുന്നു. ചെയർമാൻ, ഈ ഉച്ചകോടിയുടെ ചെയർമാൻ അദ്ദേഹമായിരുന്നു. അദ്ദേഹം നടത്തിയ സംസാരത്തിൽ പ്രധാനമായിട്ട് 4 കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിച്ചത്. ഒന്ന് ഗസയുമായി ബന്ധപ്പെട്ടാണ്, മറ്റൊന്ന് സ്വന്തം രാഷ്ട്രത്തിൽ നടന്ന ആക്രമണവുമായി ബന്ധപ്പെട്ടാണ്. അദ്ദേഹം പറഞ്ഞത് ഇസ്രായേലിൻ്റെ അറ്റാക്ക് അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ്, കോവാർഡ്ലി അറ്റാക്ക്, ഭീരുത്വപരമായ ആക്രമണം എന്നാണ് അദ്ദേഹം ദോഹയിൽ ഹമാസ് ആസ്ഥാനത്തിന് നേരെ നടത്തിയ ആക്രമണത്തെ വിശേഷിപ്പിച്ചത്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഗസയ്ക്ക് വേണ്ടി അദ്ദേഹം തുറന്നു സംസാരിച്ചു എന്നുള്ളതാണ്. ഗസയെ താമസിക്കാൻ പറ്റാത്ത ഒരു ഇടമാക്കി ഇസ്രായേൽ മാറ്റിയിട്ടുണ്ട് എന്ന് അദ്ദേഹം തൻ്റെ സംസാരത്തിൽ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അത് മറ്റൊരു കാര്യം, ഗ്രേറ്റർ ഇസ്രായേൽ എന്ന സ്വപ്നം, ഇസ്രായേലിൻ്റെ സ്വപ്നം, അത് അല്ലെങ്കിൽ നെതന്യാഹുവിൻ്റെ സ്വപ്നം, അത് നടക്കാത്തൊരു വ്യാമോഹമാണ് എന്നുകൂടി അദ്ദേഹം പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അതിന് പുറമെ അദ്ദേഹം പറഞ്ഞത് ഗസ മീഡിയേഷന് വേണ്ടി ഖത്തർ നടത്തിയ ശ്രമങ്ങളെക്കുറിച്ചാണ്. ഒരുപാട് ശ്രമങ്ങളാണ് ഗസയിലെ വെടിനിർത്തലിന് വേണ്ടി ഖത്തർ ഈജിപ്തുമായും അതുപോലെ US-ഉമായും ചേർന്ന് നടത്തിയത്. എന്നാൽ അതെല്ലാം ഇല്ലാതാക്കുന്ന തരത്തിലായി പോയി ഇസ്രായേലിൻ്റെ പ്രതികരണം, ഇസ്രായേലിൻ്റെ ആക്രമണം എന്നുകൂടി അദ്ദേഹം പറയുകയുണ്ടായി. ചർച്ചയിൽ പങ്കെടുത്ത ആളുകളെ തന്നെ വധിക്കുന്നത് എന്തിനായിരുന്നു, പിന്നെ എന്തിനാണ് ചർച്ചയ്ക്കായി ഇവിടെ ഖത്തറിൽ ദോഹയിൽ വേദി ഒരുക്കിയത് എന്നുള്ളത് കൂടി അദ്ദേഹത്തിൻ്റെ ആമുഖ ഭാഷണത്തിൽ ഷെയ്ഖ് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. പിന്നീട് ഉച്ചകോടിയിൽ സംസാരിച്ച ഇറാഖ് പ്രധാനമന്ത്രി മുഹമ്മദ് ഷിയ സുദാനിയാണ് പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചത്. നാറ്റോ മാതൃകയിൽ ഒരു സഹകരണ സംവിധാനം അറബ് രാജ്യങ്ങൾക്കിടയിൽ വേണം എന്നതിൻ്റെ ആവശ്യകതയാണ് അദ്ദേഹം പ്രസംഗത്തിൽ ഊന്നി പറഞ്ഞത്. അതുപോലെ തന്നെ ഇസ്രായേൽ മേഖലയിൽ സ്ഥിരമായി നിരന്തരമായി അസ്ഥിരത സൃഷ്ടിക്കുകയാണ്. ഇതിനെ മറികടക്കണമെങ്കിൽ ഇത്തരം ഒരു സംവിധാനത്തിലൂടെ മാത്രമേ മുന്നോട്ട് പോകാനാകൂ എന്നും അദ്ദേഹം ഊന്നി പറയുകയുണ്ടായി. നിലപാടാണ് വിവിധ അറബ് രാജ്യങ്ങൾ ഉച്ചകോടിയിൽ സ്വീകരിച്ചത്. മുഹമ്മദ് അബ്ബാസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്.